ഓം ശാന്തി 12/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബ്രാഹ്മണരാണ് കുടുമി, ശൂദ്രരാണ് കാലുകൾ. എപ്പോഴാണോ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നത്, അപ്പോഴാണ് ദേവതയാകാൻ സാധിക്കുന്നത്. വിരാട്ട രൂപത്തിൽ ശൂദ്രരെ കാലുകളിലാണ് കാണിച്ചിരിക്കുന്നത്, എന്നാൽ ബ്രാഹ്മണരെ കുടുമിയിലുമാണ്. കുടുമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർച്ചയാണ്. ബ്രാഹ്മണർ ഏറ്റവും ഉയർന്നതാണ്, ആചരണത്തിലും വിചാരത്തിലും ഉയർന്നതാണ്. എന്നാൽ ശൂദ്രർ വിചാരത്തിലാകട്ടെ, ആചരണത്തിലാകട്ടെ, ജീവിത രീതിയിലാകട്ടെ, എല്ലാത്തിലും ഗുണനിലവാരം വളരെ വളരെ താഴ്ന്നതാണ്. അതുകൊണ്ടാണ് കാലുകൾ കാട്ടിയിരിക്കുന്നത്. ബാബ പറയുന്നു, എപ്പോഴാണോ നാം ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നത്, അപ്പോൾ മാത്രമേ ദേവതയാകാൻ സാധിക്കുള്ളൂ. ആർക്കും ഡയറക്റ്റ് ശൂദ്രനിൽ നിന്ന് ദേവതയാകാൻ സാധിക്കില്ല. വിചാരത്തിലും ആചരണത്തിലും ജീവിത രീതിയിലും എല്ലാ തലങ്ങളിലും ഗുണനിലവാരം വളരെ ഉയർന്നതാക്കിയാൽ മാത്രമേ, അതായത് ബ്രാഹ്മണനായാൽ മാത്രമേ ദേവതയാകാൻ സാധിക്കുള്ളൂ. ചോദ്യം: നിങ്ങളുടെ ശുഭഭാവന ഏത് കാര്യത്തിലാണ്? അതിനെ മനുഷ്യർ വിരോധിക്കുന്നു. ഉത്തരം: നിങ്ങളുടെ ശുഭഭാവനയാണ് ഈ പഴയ ലോകം നശിക്കണം, പുതിയ ലോകം സ്ഥാപിതമാകണം. ഇതിനായി നിങ്ങൾ പറയുന്നു, ഈ പഴയ ലോകത്തിൻ്റെ വിനാശം എത്തുക തന്നെ ചെയ്തു. ഇതിനെയാണ് മനുഷ്യർ വിരോധിക്കുന്നത്. ഒരു മരത്തിൽ അതിൻ്റെ ഒരു ശിഖരം അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗം വന്നിരിക്കുകയാണ് എങ്കിൽ ആ ശിഖരം വെട്ടിമാറ്റുന്നത് മരത്തിൻ്റെ നിലനിൽപ്പിന് നല്ലതായിരിക്കും. എന്നാൽ മുഴുവൻ മരവും രോഗസ്ഥമാണെങ്കിൽ, ജീർണിച്ചിരിക്കുകയാണെങ്കിൽ, ആ മുഴുവൻ മരവും വെട്ടിമാറ്റി അതിൻ്റെ വേരോടെ പുഴുതുമാറ്റി അവിടെ പുതിയൊരു മരം നടുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇന്നത്തെ ലോകം മുഴുവൻ തരത്തിലും രോഗസ്ഥമാണ്, ജീർണിച്ചിരിക്കുകയാണ്. അതിനാൽ എല്ലാ ആത്മാക്കളും തിരിച്ച് വീട്ടിലേക്ക് പോകണം, ഈ ലോകം തന്നെ പുതുതായി തീരണം എന്നതാണ് നമ്മൾ ആത്മാക്കളുടെ ശുഭഭാവന. എന്നാൽ ലോകത്തിലുള്ളവർ ഇതുതന്നെയാണ് സ്വർഗം എന്ന് കരുതുന്നവർ, അവർ ചിന്തിക്കുന്നു, ഇതിവർ എന്താണ് ഈ പറയുന്നത് എന്ന്, ഇതിവർ തെറ്റാണ് ചിന്തിക്കുന്നത് എന്ന്. അവർ ഈ ഒരു ശുഭഭാവനയെ വിരോധിക്കുന്നു. കാരണം ഈ വിനാശത്തിൽ അടങ്ങിയിരിക്കുന്ന മംഗളം എന്താണ് എന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം: ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മുഖ്യ നിയമം എന്താണ്? ഉത്തരം: ഒരു പതീതരെയും ശൂദ്രരെയും ഈ ഇന്ദ്രപ്രസ്ഥ സഭയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അവരിലും പാപം വരുന്നു. ഇത് ഇന്ദ്രസഭയാണ്. ഇന്ദ്രസഭ എന്നാൽ ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെയും ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണാത്മാക്കളുടെയും സഭയാണ്. ഈ സഭയിലേക്ക് ശൂദ്രനായ പതീതനായ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് നിയമമല്ല. ബ്രാഹ്മണാത്മാക്കൾ തീർച്ചയായും നമ്പർ 1 എന്നിരുന്നാലും എല്ലാവർക്കും ദേവതയാകണം എന്ന ആ ഒരു ലക്ഷ്യവും ഉദ്ദേശ്യവും ഉണ്ട്. അതിനനുസരിച്ച് അവരവരുടെ സ്പീഡിൽ തന്നെയാകട്ടെ, എന്നാലും ആ ഒരു ദിശയിലേക്ക് എല്ലാവരും മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ പതീതനും ശൂദ്രനുമായ ഒരു വ്യക്തി എന്നാൽ അവർക്കൊരിക്കലും ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല, എനിക്കൊരു ശ്രേഷ്ഠ വ്യക്തിയാകണം എന്ന്, എനിക്ക് ദിവ്യ ഗുണങ്ങൾ ധാരണ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാകില്ല. മാത്രമല്ല മുഴുവൻ ലോകവും എൻ്റെ കുടുംബമാണ്, അങ്ങനെയും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കാത്ത പതീതരും ശൂദ്രരുമായ ഒരു വ്യക്തിയെ
ഒരു അജ്ഞാനിയെ ബാബയുടെ സഭയിലേക്ക്, ഇന്ദ്രന്റെ സഭയിലേക്ക് കൊണ്ടുവരിക പാപമുണ്ടാക്കുന്ന കാര്യമാണ്. വരുന്ന വ്യക്തിക്ക് മാത്രമല്ല, കൊണ്ടുവരുന്ന ആൾക്കും പാപമുണ്ടാകുന്നു. വരുന്ന ആൾക്ക് ഏത് സഭയിലേക്ക് വരുന്നു എന്നതിൻ്റെ മഹത്വം ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. എന്നാൽ കൊണ്ടുവരുന്ന ആൾക്ക് തീർച്ചയായും അറിയാം. അതുകൊണ്ട് കൊണ്ടുവരുന്ന ആളിലും പാപം ഉണ്ടാകുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പുഷ്പങ്ങളുടെ തോട്ടത്തിലേക്ക് പോകുന്നതിന് ഉള്ളിൽ എന്തെല്ലാം മുള്ളുകളുണ്ടോ, കാമത്തിൻ്റെ, ക്രോധത്തിൻ്റെ, അവയെ മാറ്റിയെടുക്കണം. ഒരു കർമ്മവും ശാപം ലഭിക്കുന്ന തരത്തിലുള്ളത് ചെയ്യരുത്. 2. സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാകുന്നതിന് സത്യനാരായണൻ്റെ സത്യകഥ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. ഈ അസത്യഖണ്ഡത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം പുഷ്പങ്ങളുടെ തോട്ടത്തിലേക്ക് പോകുന്നതിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ദിവ്യഗുണങ്ങളുടെ പുഷ്പങ്ങളാണ് ഉണ്ടാകേണ്ടത്, മുള്ളുകളല്ല. മുള്ളുകൾ എന്നാൽ വികാരങ്ങളാകുന്ന മുള്ളുകളാണ്. അതിൽ മുഖ്യമായും കാമവികാരവും ക്രോധവുമാണ്. ഈ മുള്ളുകളെയെല്ലാം മാറ്റിയെടുക്കണം. നമ്മളിൽ നിന്നൊരിക്കലും ശാപം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും സംഭവിക്കരുത്. മറ്റുള്ളവരുടെ ആകട്ടെ, ബാബയുടേതാകട്ടെ, അല്ലെങ്കിൽ സ്വന്തം തൻ്റെ മനസ്സിൽ നിന്നാകട്ടെ, ശപിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും നമ്മളിൽ നിന്ന് ഭവിക്കരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ സത്യഖണ്ഡത്തിലേക്ക് പോവുകയാണ്. ആ ലോകത്തിൻ്റെ അധികാരിയാവാൻ പോവുകയാണ്. അങ്ങനെയുള്ള നമ്മൾ സത്യനാരായണൻ്റെ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. സത്യനാരായണൻ്റെ കഥ എന്താണെന്ന് സ്വയം ഭഗവാൻ മുരളിയിലൂടെ കേൾപ്പിക്കുന്നു. സത്യനാരായണനാകാനുള്ള പഠിത്തമാണ് നാം പഠിക്കുന്നത്. അത് നമ്മുടെ തന്നെ കഥയാണ്. അത് കേൾക്കുകയും വേണം, മനസ്സിലാക്കുകയും വേണം, മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ഈ അസത്യമായ ലോകത്തിൽ നിന്നും നാം ഒഴിഞ്ഞു മാറണം. വരദാനം: ലൈറ്റിൻ്റെ ആധാരത്തിൽ ജ്ഞാനയോഗത്തിൻ്റെ ശക്തികൾ പ്രയോഗിക്കുന്ന പ്രയോഗശാലി ആത്മാവായി ഭവിക്കട്ടെ. ഏതുപോലെ പ്രകൃതിയുടെ ലൈറ്റ് സയൻസിൻ്റെ അനേക പ്രകാരത്തിലുള്ള പ്രയോഗങ്ങളെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുന്നു, ഇതുപോലെ നിങ്ങൾ അവിനാശി പരമാത്മാ ലൈറ്റ്, ആത്മീയ ലൈറ്റ്, ഒപ്പത്തിനൊപ്പം പ്രാക്ടിക്കൽ സ്ഥിതിയുടെ ലൈറ്റിലൂടെ ജ്ഞാനയോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. സ്ഥിതിയും സ്വരൂപവും ഡബിൾ ലൈറ്റ് ആണെങ്കിൽ പ്രയോഗത്തിൽ സഫലത വളരെ സഹജമാകും. എപ്പോൾ ഓരോരുത്തരും സ്വയം പ്രതി പ്രയോഗത്തിൽ മുഴുകുന്നുവോ അപ്പോൾ പ്രയോഗശാലി ആത്മാക്കളുടെ പവർഫുള്ളായിട്ടുള്ള കൂട്ടം ഉണ്ടായിത്തീരും. ഏതുപോലെ ശാസ്ത്രജ്ഞർ പ്രകൃതിയിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പല കാര്യങ്ങളിൽ പ്രയോഗിച്ചു കാണിക്കുന്നുവോ, പല തരത്തിൽ അതിൻ്റെ പ്രയോഗം വരുന്നുവോ, അതുപോലെ ബാബ പറയുന്നു, നമ്മൾ കുട്ടികൾ പരമാത്മാ ലൈറ്റ്, ആത്മീയ ലൈറ്റ്, അതുപോലെ പ്രാക്ടിക്കൽ സ്ഥിതിയുടെ ലൈറ്റ്, അതായത് ഭാരരഹിത അവസ്ഥ, ഇവയിലൂടെ ജ്ഞാനയോഗവും അതുപോലെ ശക്തികളും പ്രയോഗിക്കണം. ഇങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് നമ്മുടെ സ്ഥിതി ഡബിൾ ലൈറ്റ് സ്ഥിതി ആയിരിക്കണം. എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മേൽ തന്നെ പ്രയോഗിക്കുന്നവരാകുന്നത്, അപ്പോൾ നമ്മളുടെ സംഘടന വളരെ ശക്തിശാലി ആയിത്തീരും. സ്ലോഗൻ: വിഘ്നങ്ങളുടെ അംശവും വംശവും സമാപ്തമാക്കുന്നവരെയാണ് വിഘ്ന വിനാശകർ എന്ന് പറയുന്നത്. ഓം ശാന്തി.